കാട്ടകാമ്പാൽ പഞ്ചായത്തിൽ തുടർച്ചയായി 25 വർഷം ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടുകയും 39 വർഷം കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് ചിറക്കൽ ബ്രാഞ്ചിൽ സേവനമനുഷ്ഠിച്ച് സെക്രട്ടറിയായി വിരമിക്കുകയും ചെയ്ത MS മണികണ്ഠന് കാട്ടകാമ്പാൽ പൌരാവലിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും രജത ജൂബിലി ആഘോഷവും യാത്രയപ്പും നൽകി. ബുധനാഴ്ച വൈകിട്ട് പഴഞ്ഞി മഹാൻ ഓഡിറ്റോറിയത്തിൽ നടന്ന രജത ജൂബിലി ആഘോഷവും യാത്രയപ്പ് സമ്മേളനവും AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മണികണ്ഠൻ നാടിന് മാതൃകയാണെന്നും നാടിന്റെ പൈതൃകവും മതനിരപേക്ഷതയും കാത്തുസൂക്ഷിക്കുകയും രാഷ്ട്രീയം സംവാദാത്മകമായി തന്നെ നിലനിർത്തുകയും ചെയ്യുന്ന വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റേതെന്നും MLA അഭിപ്രായപ്പെട്ടു. എല്ലാവരെയും എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരെയും ഒരുപോലെ കാണാൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ കോലാഹലങ്ങൾ കഴിഞ്ഞാൽ അതിനപ്പുറത്ത് വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കാൻ തനിക്ക് തെരഞ്ഞെടുപ്പിലൂടെ ലഭ്യമായ സ്ഥാനം ഒരു രാഷ്ട്രീയ പരിഗണനയും കൂടാതെ ജനങ്ങളോടൊപ്പം നിന്ന് ആ നാടിനു വേണ്ടി പ്രവർത്തിക്കാൻ, അതൊക്കെയാണ് 25 വർഷക്കാലത്ത് നീണ്ട ഈ അനുഭവ ചരിത്രത്തിന്റെ പുറകിലുള്ളത് എന്നാണ് എന്റെ തോന്നൽ. പൊതുപ്രവർത്തനവും ഔദ്യോഗിക ജീവിതവും പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ ഒരുമിച്ച് കൊണ്ടുപോകുക എന്നത് ദുഷ്കരമായ പ്രവൃത്തിയാണെന്ന് KPCC ജനറൽ സെക്രട്ടറി PT അജയ്മോഹൻ പറഞ്ഞു. 25 വർഷം ജനങ്ങളെ സേവിച്ച വ്യക്തി 39 വർഷം ബാങ്കിൽ പ്രവർത്തിക്കും. ഇന്നത്തെ കാലഘട്ടം നിങ്ങൾക്കറിയാം. സഹകരണ മേഖലയിൽ ചീത്തപ്പേരുകൾ, ആരെന്ത് ചെയ്താലും ചീത്തപ്പേരുകളുള്ള ഒരു കാലഘട്ടം. എങ്ങനെ പോയത് ആ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ശ്രീ മണികണ്ഠൻ ഈ കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സെക്രട്ടറി ആവുന്നതിന് മുമ്പ് ഈ ബാങ്ക് നഷ്ടത്തിൽ പോയിരുന്ന ബാങ്ക് ഇത്തവണത്തെ ഓഡിറ്റ് കഴിയുമ്പോൾ ഇവിടുത്തെ ലാഭകരമായി പോകുന്ന ഒരു ബാങ്ക്. ഇത് മണികണ്ഠനെ പോലുള്ള അപൂർവം വ്യക്തികൾക്കേ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ കാട്ടകാമ്പാൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സോണി സക്കറിയ, കൊച്ചിൻ ഗ്രാമീണ ബാങ്ക് പ്രസിഡന്റ് ജോസഫ് ചാലിശ്ശേരി എന്നിവർ മുഖ്യാതിഥികളായി. കാട്ടകാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ MN സത്യൻ, TC ചെറിയാൻ, KT ഷാജൻ, MM അലി, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു. ശേഷം പൌരാവലിയുടെയും 2000 മുതലുള്ള പഞ്ചായത്ത് ഭരണസമിതികളുടെയും വിവിധ സംഘടനകളും വ്യക്തികളും മണികണ്ഠന് ഉപഹാരങ്ങൾ നൽകി. സ്വീകരണത്തിന് മണികണ്ഠൻ നന്ദി പറഞ്ഞു. തുടർന്ന് സ്നേഹവിരുന്നും ഒരുക്കിയിരുന്നു.